കുണുക്ക എങ്ങട്ടാ? വണ്ടി പൂജിക്കാൻ. വണ്ടി പൂജിക്കാൻ. അച്ഛാ, അച്ഛന് ഫസ്റ്റ് ഒരു കീമയുടെ കവർ കൊടുത്തില്ലേ, അവിടെ പച്ചാണ്ട് ഇവർക്ക് പട്ടുപാവാടി മുണ്ട കൊടുക്കാൻ മടിയാട്ടോ, അതുകൊണ്ടാണ് ഇവര് മടിയല്ല, ഇവള് ചവിട്ടിട്ടുണ്ട് ഇതുവരെ. ഒന്നുകൂടി അവർക്കറിയാം, നമുക്കറിയില്ല. വെച്ചിട്ടില്ല, അവ രണ്ടാമത്തെ വണ്ടിയില് പോവാണ് പറഞ്ഞുതരാട്ടെ പോവാണ് അവിടെയില്ലേ വെള്ളക്കാരന്റെ വെച്ചാ മതി വണ്ടി പോവാണ് പുതിയ വണ്ടി അങ്ങനെ നമ്മളെ കാറ് കൊണ്ട് നമ്മൾ കക്കാട് അമ്പലത്തേക്കാണ് കേട്ടോ ആദ്യം പൂജിക്കാൻ കൊടുത്തത്. അത് നമ്മൾ സ്വിഫ്റ്റ് എടുത്തപ്പോഴും നമ്മൾ കക്കാട്ടേക്ക് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കക്കാട് പൂജിച്ചതിൻ്റെ ശേഷം തന്നെയാണ് നമ്മൾ വേറെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി തുടങ്ങിയത് തന്നെ അല്ലേ. അപ്പം നമ്മൾ കാറ് കൊടുന്നൊന്ന് വീട്ടിലിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇറക്കുന്നത് കക്കാട് അമ്പലത്തേക്ക്. 2 ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്തു. എന്നാൽ പോലും ഞങ്ങളെ കാറിൽ ഒരു കാര്യങ്ങൾക്ക് പോവുകയും കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സതിനെ അനുവദിക്കില്ല. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാണ്. ഇവിടെ അച്ഛനും മക്കളും കാറ് പൂജിക്കുന്നതൊക്കെ കണ്ടിട്ട് കാറ് നന്നായി പൂജിക്കുന്നേ. ഞങ്ങളിപ്പോൾ 2 അമ്പലത്തിൽ കാറ് പൂജിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു കക്കാട് അമ്പലത്തിൽ പൂജിക്കുന്നതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അല്ലേ. കക്കാട് ഈ ശാന്തിക്കാർ ഇപ്രാവശ്യം കഴിഞ്ഞ അവിടുത്തെ ശാന്തിക്കാരൊക്കെ നമുക്ക് അല്ലേ ആത്മാർത്ഥമുള്ളത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു തൃപ്തിയുണ്ട്. നമുക്കൊരു തൃപ്തി വരുന്നുണ്ട്. നമ്മുടെ കാറ് പൂജിക്കുമ്പോൾ നമുക്കത് ഓക്കെ ആണ് എന്ന് വരുന്ന ഒരു തൃപ്തിയുള്ളതൊക്കെ തോന്നുന്നു കക്കാട് അമ്പലത്തിൽ വന്നിട്ട് പൂജിക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ കക്കാട് പൂജ നല്ല തിരക്കായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് തിരക്ക് കുറഞ്ഞിരുന്നു. ബാക്കി അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ അന്നത്തെ ദിവസം വേറൊരു കാറും പൂജിക്കുന്നുണ്ടായിരുന്നു. ആ കാറാണ് ഫ്രണ്ടിൽ പൂജിച്ചിട്ട് അതുകൂടെ പോകുന്നുണ്ട്. എർട്ടിക തോന്നുന്നു അല്ലേ, തോന്നുന്നു മാരുതി തന്നെയാണ് 2 വണ്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കാറൊക്കെ പൂജിച്ചു ശേഷം അന്വേഷണമാണല്ലോ, അന്വേഷണ ഫേസിലാണ് ഭയങ്കര ടെൻഷൻ ഇട്ടത്. ഞാൻ കൊടുക്കുമ്പോനോട് പറയും, കൊടുക്കുമ്പോനെ നീ ഒന്നുകൂടെ നിന്ന് അമ്മ പോയിട്ട് നിൽക്കട്ടാ ഒരു വീഡിയോ എടുത്താടാ. അങ്ങനെ കൊടുക്കും ഭയങ്കര മടിയാണ് കേട്ടോ. വണ്ടി കണ്ടു കഴിഞ്ഞ് പിന്നെ അവന് വേറൊരാളെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും അവന് മനസ്സിലായില്ല. എന്താ വെച്ചാൽ അവനിതൊന്നും ക്ഷമയില്ല. ഇനിയിപ്പോൾ ആ വണ്ടിയൊക്കെ എടുത്തിട്ടൊന്ന് കറങ്ങാൻ പോകണം, അതിനാണ് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കണത്. അവന് വണ്ടിയിൽ കുറേ ദൂരം പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്കിപ്പോൾ എങ്കിലും നമ്മൾ അതിന് മാത്രം ദൂരം കാര്യങ്ങളൊന്നും പോയില്ല കേട്ടോ. പറയണു ഞാൻ കോട്ടയിരുന്ന കാര്യല്ലേ, ഇത് കണ്ടിട്ട് എന്താന്ന് പറഞ്ഞൂടെ ഡബ്ബിതൂടെ. അല്ല ആരുടെ പേരിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ അതിനായിട്ട് കാറൊക്കെ കൊണ്ടിട്ടതിന് ശേഷം ആ സൈഡിലൊക്കെ കുറച്ച് തുളസിയും പുല്ലും വിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെത്തി എടുപ്പൊക്കെ വേറെ ഒന്നുമില്ല, കാറുമ്പോൾ കൊള്ളണ്ടോന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ നടന്നു പോണ വഴിയാണെങ്കിൽ ഇത്ര ആത്മാർത്ഥമൊന്നും ഇല്ല കേട്ടോ. കാറ് പോണ വഴി ആയതുകൊണ്ട് ആത്മാർത്ഥം കുറച്ച് കൂടിയത്. ആ നേരം കൊണ്ട് ഇതേ 2 എണ്ണം പുറത്ത് നടന്നിട്ട് കുരുത്തക്കേട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിക്ക് തുറക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മകൻ. പോട്ടെ അപ്പൊ ഡിക്ക് തുറക്കാൻ പഠിപ്പിച്ചു. കുട്ടികളിപ്പോൾ എല്ലാം പഠിച്ചിക്കണത്. അച്ഛൻ വണ്ടിയിൽ ഇറങ്ങിക്കും ഉള്ള ഭക്ഷണമൊക്കെ എല്ലാ പട്ടണം അമർത്തേക്ക്. അപ്പോഴേക്കും അച്ഛൻ മോനാണ് അമർത്തിൽ അച്ഛന് ചേർത്തതാ എന്നിട്ടാ അച്ഛന് പട്ടണമൊന്നും തൊടാൻ കൊടുക്കണില്ല. ഒക്കെ മൂപ്പര. അച്ഛൻ വളയെ മാത്രം പിടിച്ചാൽ മതി, കൺട്രോളിങ് മൂപ്പരാണ്. അത് വണ്ടി കൊടുക്കുമ്പോൾ അവിടുത്തെ കുട്ടിയെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. എന്നിട്ട് ഓട്ടോമാറ്റിക് വണ്ടി ഒന്നും അധികം എടുത്തില്ല. ഒരിക്കൽ ഷെബിന് വണ്ടി എടുത്തു അല്ലേ, എടുത്തതിൻ്റെ പിറ്റേ ദിവസം അന്നല്ലേ, പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഓട്ടോമാറ്റിക് അന്ന് എടുക്കുമ്പോൾ ഒരു ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അന്ന് എടുക്കുമ്പോൾ ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. പിന്നെ ഇന്നെന്തേ ടെൻഷൻ?
ഇലക്ട്രിക് ഓക്കെ ഓക്കെ അന്നത് പിന്നെ ഡീസലാണല്ലോ ഓട്ടോമാറ്റിക് എന്നുള്ള ഡീസൽ ഇലക്ട്രിക് അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഫേസിൽ. എന്നാലും ഞങ്ങൾ രാവിലെ കക്കാട് അമ്പലത്തിൽ പോയി. ഭയങ്കര തിരക്കായിരുന്നു. കർക്കിടക മാസം ഞായറാഴ്ച കൂടെ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. പോയി തൊഴുതു വന്നു. പിന്നെ പെരുങ്ങോട്ടൂർ. പക്ഷെ സത്യം ഇന്ന് നല്ല ദിവസം നമുക്ക് ഗുരുവായൂർ പോവുകയാണെങ്കിൽ അല്ലേ, എന്താ വെച്ചാൽ നാളെ ഉണ്ണോൾക്ക് സ്കൂളില്ല. നമുക്ക് ഇന്നത്തെ ദിവസം എന്താണ് അച്ഛനും കുഞ്ഞിനും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അച്ഛനും നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ്. ആരും അച്ഛനും കുഞ്ഞിനൊന്നും കൊണ്ടുപോയില്ല. ഞങ്ങൾ മാത്രമായിട്ടോ പോയത് പൂജയ്ക്ക്. വണ്ടി എന്താ വെച്ചാൽ ഞാൻ വരെ മാറി വരെ നിൽക്കാൻ നമുക്കും ടൈമില്ല. എന്താ വെച്ചാൽ ഉണ്ണോൾക്ക് സ്കൂളിലെ ദിവസം പോയിട്ട് നമുക്ക് പൂജിക്കാൻ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ നാളെ ഷോപ്പൊക്കെ ഉള്ള ദിവസമാകുമ്പോൾ നമുക്കിത് പൂജിക്കാനും കാര്യമൊന്നും പോലെ. അപ്പോൾ ഞങ്ങൾ അപ്പോൾ കുഞ്ഞും പറഞ്ഞു അമ്മ അച്ഛനും പോയിട്ട് പൂജിച്ചിട്ട് പോലെ. അപ്പോൾ ഞങ്ങൾ അതിന് വണ്ടിയൊക്കെ പോയി പൂജിച്ച് വന്നു. വിഷ്ണുമായുടെ അമ്പലത്തിൽ പോയി. അവിടെ ചോറുണ്ട്. വീട്ടിലെത്തി അല്ലേ ചേട്ടാ? അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? അതായത് ഈ വിറ്റാര ഒരുപാട് ആൾക്കാരൊന്നും എനിക്ക് എടുത്തു തോന്നുന്നു. വളരെ അത് ഒരു 3-4 മാസമാണല്ലോ അല്ലേ? അങ്ങനെയാണ് പറയണത്. 3-4 മാസമായിട്ടുള്ള വണ്ടി ഉണ്ട്. ഞങ്ങൾ തന്നെ മാരുതിയിൽ അവരോട് ചോദിച്ചു വണ്ടി ഒന്നും റോട്ടിലധികം കാണാനില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം 3-4 മാസമല്ല അങ്ങനെ വണ്ടി റോട്ടിലധികം ആയി വരുന്നതന്നെ ഉള്ളൂ എന്നാണ്. നമ്മുടെ അവിടെ ഉള്ളവരുണ്ട് എല്ലാവരും എടുക്കണമെന്നില്ലല്ലോ. വേറെ വേറെ ആൾക്കാരാവില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് ഞങ്ങൾ കണ്ടു അല്ലേ? ഇന്നാണ് ഞങ്ങൾ ലൈഫിൽ ഈ വിറ്റാരെ ഞങ്ങളുടെ അല്ലാണ്ട് പുറമൊന്നും ഒരാളെ കണ്ടത് റോട്ടില്. ഈ ചാര അപ്പം വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയാ അഭിപ്രായം? കുണുക്ക പുറത്തെ ലൈറ്റിനെ പറ്റിയൊക്കെ വെളിച്ചം കുറവാണല്ലോ. എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട്? ഈ ഗിയർ ഇടണ്ട, ക്ലച്ച് ചവിട്ടണ്ട, ഗിയർ ഇടണ്ട, ക്ലച്ച് ചവിട്ടണ്ട, കൊറേ പണിയൊക്കെ കുറഞ്ഞു. എന്നിട്ട് എന്നോട് പറയണ്ട ഉണ്ണി ഓടിക്കാൻ പഠിച്ചോ? എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ തോന്നില്ല. അപ്പൊ ഈ സാരി നമ്മുടെ കൃപേര സാരിയാണ്. പക്ഷെ ഇത് ചോദിച്ചിട്ട് ആരും പേരുള്ളത് മഞ്ഞ ഇല്ല. മഞ്ഞ ഇറക്കി വെച്ച് തന്നെ തീർന്നിട്ടുള്ള ഒരു കളറുണ്ട് മഞ്ഞ. ഇതിന്റെ ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് ഉണ്ട്, നല്ല ചില്ലി റെഡ് ഉണ്ട്, നല്ല ലാവൻഡർ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബ്ലൗസ് അല്ല ഇത്. ഇതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയിൽ തന്നെ ഒരു പ്രത്യേക തരം ബ്ലൗസാണ് വരുന്നത്. നല്ലത്. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എവിടെ റെഡി ആകാത്ത സ്റ്റിച്ച് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ആ ബ്ലൗസ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ബ്ലാക്ക് സാരിക്കോ അല്ല കുറേ പ്ലെയിൻ സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ബ്ലൗസാണ് അതിൻ്റെ. അപ്പോൾ അടിക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് അടിക്കുന്ന വെച്ചാൽ ഞാൻ ഇതുവരെ അടുപ്പിച്ചിട്ടിലേക്ക് കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇത് ഫോട്ടോഷൂട്ടിന് ഇറക്കിയത്. അതിൻ്റെ ഇഷ്ടംപോലെ എൻക്വയറീസ് വന്നപ്പോൾ ഞാൻ വീണ്ടും ഇറക്കിയൊരു സാരി കേട്ടോ. 3 പ്രാവശ്യം തീരെ തടി തോന്നിക്കുന്നില്ല. കണ്ട സാരിയുടെ വലിപ്പല്ലോ ഇവിടെ ഒരു സൂചിത്തി കേട്ടോ. ഇതേപോലെ ഉള്ളിലേക്കും സൂചിത്തിയുണ്ട്. ഇത്രയ്ക്ക് നമ്മുടെ അടിപ്പാടുടെ ഉള്ളിലേക്ക് ഞാൻ സാരി അത്രയും നീളം. ഞെറി നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരാളാണ്. അത്യാവശ്യം ഞെറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഉടുത്ത് കഴിഞ്ഞാൽ എന്താ പറയാൻ കണ്ട ഈ ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയേണ്ട ലൈറ്റ് ഗോൾഡ് നല്ല അടിപൊളി സാരിയാണ്. അപ്പോൾ ഈ സാരി വേണ്ടവർ ഇതിൻ്റെ അടിയിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ ഈ സാരിക്ക് റേറ്റ് ഉണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല. ഞാൻ പറയാം എൻ്റെ ഷോപ്പിൽ ഒരു 3000-നുള്ളിലുള്ള റേറ്റുള്ള സാരികളുള്ളൂ. അതിന് കൂടുതലുള്ള റേറ്റിൽ നമ്മൾ വയ്ക്കും. നമ്മൾ അതിനൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഈ ആളെ നമ്മൾ ഇറക്കിക്കുന്നത്. ഈ ആളിനെ ലൈഫിൽ ഞാൻ ഇറക്കാനുള്ള കാരണം തന്നെ സാരി ബിസിനസ്. സാരി വെറൈറ്റി തേടി പോകണം. കയ്യിൽ നമ്മൾ കാശിൻ്റെ ഒരു കുറവുണ്ടാണ് നമ്മൾ വെറൈറ്റികൾ തേടി പോയത്. അപ്പോൾ നിങ്ങൾ വണ്ടി ഇറക്കിയില്ല. വണ്ടിക്ക് 10 രൂപ ഞങ്ങൾ ഇറക്കിയിട്ടില്ല. ഞങ്ങൾ വണ്ടി കൊടുത്ത് ഞാൻ ഈ വണ്ടി എടുത്തു എന്നുള്ളൂ. വണ്ടിക്ക് ഞങ്ങൾ 10 രൂപ ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഞാൻ ഇതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക്. ഇതൊന്നും ഞങ്ങൾ വണ്ടിയിൽ എക്സ്ട്രാ കാശ് ഇതൊന്നും ഓടി 3000 കൊടുത്താൽ ഞാൻ നിങ്ങളുടെ ഫാൻസി നമ്പറോ എന്തെങ്കിലും എടുക്കാം. ഞാൻ വേണ്ട ഏത് നമ്പറായാലും ഞാൻ കൊടുത്തു. നമുക്കത് യാത്ര ചെയ്യണം. ആ ഒരു മൈൻഡ് മാത്രമാണ്. നമ്പറിന് വേണ്ടി നമ്മൾ അനാവശ്യമായിട്ട് 3000 അത് കളയാട്ട്. ഇഷ്ടമുള്ളവർ കളയാൻ. ഞങ്ങൾക്കത് അനാവശ്യമായതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല. ഇഷ്ടമുള്ളവരുണ്ട് ഫാൻസി നമ്പറിൻ്റെ പിന്നാലെ നടക്കുന്നവരുണ്ട്. ലക്ഷങ്ങളും ചിലവാക്കിയ നമ്പർ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം. ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ കിട്ടിയ നമ്പറാണല്ലോ മൈൻഡ് ഭയങ്കരമായിട്ട് നിൽക്കണ ഒരു നമ്പറും. വണ്ടി പൂജിക്കാകുമ്പോൾ ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് നമ്പർ പറഞ്ഞിട്ട് ഞാൻ ഒറ്റ വണ്ടിയുടെ നമ്പർ ഇതുവരെ പഠിച്ചത്. ഞാൻ സ്വിഫ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇപ്പോഴും വെച്ചിട്ട് തപ്പിലാണ് എനിക്ക് നമ്പർ പറയാറ്. പക്ഷെ KL 48 ആണ്. പിന്നെ 6 അല്ലേ? പിന്നെ 699 അതാണ് നമ്മുടെ സ്വിഫ്റ്റ് 0699.
ഇത് KL 48 W1388. അതാണ് നമ്മുടെ വണ്ടി നമ്പർ. 2299. മറ്റത് 29ആയിരുന്നു, 28 ലാസ്റ്റ്. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ തട്ടിമുട്ടി നമ്പർ മാച്ച് ചെയ്യുന്ന അത്ര മതി. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടാലും മതി. അപ്പോൾ ഈ ഒരു സാരി വേണ്ടത്, അതിനാണ് ഞാൻ വീഡിയോ ചെയ്തത് തന്നെ. ഈ സാരി പ്രൊമോഷൻ ഞാൻ ചെയ്തതാണ്. ഈ സാരി മഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്പഴ കളർന്ന് കേട്ടില്ലേ, മസ്റ്റേഡിയല്ല അനിയുടെ പറഞ്ഞു നല്ല ഭംഗിന്റെ തുള്ളിനെ കാണാന്ന് പറഞ്ഞു. തുള്ളി സുന്ദരിയാണല്ലോ. അയ്യോ ഒന്ന് മൊന്നേ കക്കാടമ്പലത്തിലും ഭയങ്കര തിരക്ക്, വിഷ്ണുവാടമ്പലത്തിലും ഭയങ്കര തിരക്ക്, എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. നാളെ സ്കൂളൊന്നും ഇല്ല, ഉണ്ണികളൊക്കെ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ വെച്ചിട്ട് വയ്യാതാണ്. ഇന്ന് ഗുരുവായൂർ പോകാൻ പറ്റിയ നല്ല ദിവസമാണ്. അവരൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പോവായിരുന്നു. ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയാലോ. നീ ഗുരുവായൂർ എന്തോ ഒരു മുടക്കന്, ഞങ്ങൾക്ക് പൂവൊക്കെ നടക്കണില്ല, ഭയങ്കര എന്തോ ഒരു തടസ്സം. ഇന്നലെ നമ്മള് പറഞ്ഞിരുന്നു രേഷ്മ ഇന്നലെ പോകണമെന്ന് വെച്ചു, അപ്പോഴും ഇന്നലെ മുടക്ക് വന്നു. അതിന് മുന്നേ ഫോമൊന്നും ജോലി ചെയ്തില്ല, അത് നോക്കിയാൽ അത് കുട്ടിയുടെ ബുക്കിൻ്റെ കഴിച്ചു. എന്നിട്ട് അത് നോക്കിയിട്ട് കാണണ്ടേ. ഇപ്പോൾ കുട്ടി സ്കൂൾ ഉണ്ടായെന്ന് വെച്ചാൽ കുട്ടീനെ സ്കൂളിൽ പോയി അവിടെ പോയിട്ട് എല്ലാ ബുക്കൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് അവിടെ ഇല്ലാണ്ട് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ഇന്ത്യനോട് അപ്പോഴേക്കും അമ്പലത്തിൽ നടക്കുന്ന നേരെ കയറാൻ പറ്റിയില്ല. അപ്പം തടസ്സങ്ങളാണ്, അതേപോലെ ഒരു തടസ്സങ്ങളാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഗുരുവായൂർക്ക്. എത്ര നാളായെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവരും തടസ്സങ്ങൾ മാറ്റാതെ നമ്മുടെ തട്ടകത്ത് അമ്പലത്തിലൊക്കെ തൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. ഓക്കെ, കുളിച്ചിട്ടാണ് സമയം 5 മണിയാവണല്ലേ ഉള്ളൂ. കുളിച്ചിട്ട് അമ്പലങ്ങളിലേക്ക് ഇറങ്ങാം. എങ്ങനെയുണ്ട്? സൂപ്പർ. കുഞ്ഞിന് അച്ഛനും വയ്യാതാണ് ഇപ്പോഴത്തെ ഒരു തൊഴിലേക്കാണ്. എന്നാൽ ഇന്നൊരു ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോകേണ്ടത് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഇത്ര ദിവസത്തേക്ക് പോകാൻ പറ്റിയതില്ല. ഡേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ എന്താ പ്രാർത്ഥിച്ചേ? എന്താ പ്രാർത്ഥിച്ചേ? കുഞ്ഞിനും അച്ഛക്ക് വയ്യാതെ വേണം, അച്ഛനും അമ്മയ്ക്കും നല്ല ജോലി കിട്ടണം, ഷോപ്പിന്ന് നല്ല കാശ് കിട്ടണം, സൊസൈറ്റിയുടെ മാലി കാശ് കിട്ടണം, സൊസൈറ്റിന് കാശ് കിട്ടണല്ലേ നമ്മള് മാല അതേപോലെ മാല ചേച്ചി കൊടുത്താട്ടെ. അവിടുത്തെ ട്യൂഷന് വന്ന കുട്ടിയുടെ കാര്യത്തിലാണ് ഇഷ്ടപ്പെടുമ്പോൾ അവൻ്റെ അമ്മ കൊടുത്താൽ നീ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു മോൻ പ്രാർത്ഥിച്ചോ, അച്ഛനമ്മയ്ക്ക് കാശുണ്ടാകും പ്രാർത്ഥിച്ചോ, ഇവിടെ സാരി കച്ചവടം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ, സൊസൈറ്റിയിൽ മോൻ്റെ മാല എനിക്ക് നമ്മൾ തരാന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ മാല എടുക്കണം. ഗൾഫിലേക്ക് കൊണ്ടുപോകണം. ചില ആഗ്രഹങ്ങളൊന്നല്ല, വലിയ പരിപാടിയാ. അങ്ങനെ എന്തായാലും എല്ലാം നല്ലതുപോലെ നടക്കുന്നു വിചാരിക്കണം. അപ്പൊ നമുക്ക് ഗുരുവായൂർ കിട്ടല്ല. ഈ സാരി സത്യം പറഞ്ഞ ഊരിടാൻ തോന്നണില്ല. കുളിച്ചിട്ടാ തന്നെ വേണ്ട, രാവിലെ നല്ല നല്ല ഒതുക്കമുള്ള സാരി, വെറുതെ നല്ല ഒതുക്കം, തീരെ തല്ലി തോന്നിക്കില്ല. ഇതിപ്പോ കാരണന്മാരുടെ സൗന്ദര്യം കിട്ടിയതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ സൗന്ദര്യം, അച്ഛൻ്റെ പോള, അപ്പം അമ്മയുടെ പോളയിലേക്കല്ല. അങ്ങനെയാണ് കുട്ടിക്കാലം തൊട്ട് കൂടുതലും അച്ഛൻ്റെ മോള് അച്ഛൻ്റെ വീട്ടുകാര്. അങ്ങനെ ഒരു 2-3 ആൾക്കാർ അമ്മ വീട്ടുകാരുടെ സൈഡ്, 2-3 ഞാനായിരുന്നു അച്ഛൻ വീട്ടുകാരുടെ പറ്റി. അച്ഛൻ വീട്ടുകാരോട് കൂടുതൽ ഇഷ്ടം എനിക്കായിരുന്നു. അതൊക്കെ നിങ്ങൾ മോൻ ചെയ്തിട്ടുണ്ടോ? വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മോൻ ചെയ്തിട്ടുണ്ടോ? ഇനി തട്ടാൻ നിന്ന് അതിന് തന്നെ നേരല്ലോ. എനിക്ക് വേണ്ടി എല്ലാം അടിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം തന്നാലാണ് ഡോറ് ഓപ്പൺ ആവുള്ളൂ. പുണുക്കനൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പുണുക്കനതിൻ്റെ ABCD പഠിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വണ്ടി കുഴപ്പമില്ല, ഈ വീട്ടുകാരെ നല്ല വണ്ടിയാണ്, യാത്രയ്ക്ക് നല്ല സുഖമാണ്. ഞാൻ ഇത്ര നാൾ സ്വിഫ്റ്റ് താന്നിട്ട് നല്ല ഹൈറ്റ് കുറവാണ്, എനിക്ക് റോഡ് ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല ഹൈറ്റ് ഉണ്ടല്ലേ, അടിപൊളി. എന്നിട്ട് പറഞ്ഞു പുറമെന്ന് കാണുമ്പോൾ സാധാരണ കാലിന് നോക്കുകയാണെങ്കിൽ പോലും ഉള്ളിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാട്ടെ. ആ സ്വിഫ്റ്റിൽ കാഴ്ച കാണില്ല, കുണ്ടിലിരിക്കുന്ന പോലെ സീറ്റ് ഉള്ളിലിരിക്കല്ലേ സീറ്റ്. പക്ഷെ
വെല്ലീഷിന്റെ വണ്ടിയുടെ സീറ്റ് ആ. ഹൈറ്റ് ഉണ്ട്. കാണാം. അന്ന് ഏട്ടന്റെ സ്വിഫ്റ്റ്, പക്ഷെ ഏട്ടന്റെ സീറ്റൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് വ്യൂ ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ സ്വിഫ്റ്റ് ഇങ്ങനെ സീറ്റ് പ്രത്യേകിച്ച് നമ്മൾ കഴിയുമ്പോൾ കാശൊന്നും ഇറക്കാത്തോണ്ടാവാം. ഏട്ടന്റെ കാറ് അന്നത്തെ അത്യാവശ്യം റേറ്റും കാരണം പിന്നെ അത് എന്തൊക്കെയോ പണി കഴിച്ച് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. നമ്മുടെ ₹1 നമ്മൾ ചെലവാക്കാത്താനും അതുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ മോഡിഫിക്കേഷൻ ഇതുമില്ല. ഇതിന് ₹10 ഞങ്ങൾ അനാവശ്യമായിട്ട് ഒന്നുമില്ല. വണ്ടീന്ന് കമ്പനി ചെയ്യുന്ന പോലെ സീറ്റ് കവറൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉള്ളാനും അതിൻ്റെതായ സേഫ്റ്റിക്ക് വേണ്ടി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെ നമ്മുടെ ഇത് കാലൊക്കെ നിർത്തി ചവിട്ടി അങ്ങനത്തെ ഒക്കെ തന്നെയുള്ളൂ. പ്രത്യേകിച്ച് അതിന് പിന്നെ ബാക്ക് ക്യാമറ അതൊക്കെ ഇന്നെ വെച്ചിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് അനാവശ്യമായിട്ടൊരു കാര്യങ്ങളും നമ്മൾ ആ വണ്ടി വെച്ച് ചെയ്തിട്ടില്ല. അപ്പം ഇനി എന്തായാലും വിഷ്ണുമേട അമ്പലത്തിൽ പോയിട്ട് വിഷ്ണുമേട അമ്പലത്തിൽ പോയി ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അങ്ങനെയാണ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ കൊടുന്ന് കാറ് പൂജിക്കാൻ വന്നിട്ട്. പിന്നെ അവിടേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യണില്ല. മാല കൊടുന്ന് ബോണറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 250 എത്ര 350 തോന്നുന്നു കാറ് പൂജിക്കുന്നിട്ട് 350 എനിക്ക് ഓർമ്മയില്ല. അത് കൊടുത്തതിന് ശേഷം തൊട്ടപ്പുറത്തെ കടയിൽ അപ്പോഴേക്കും ഒരാൾ അപ്പുറത്തെ കടയിൽ ഇങ്ങനെ ഒരാൾ കവർ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിന് നാളികേരമുണ്ട്, ചന്ദനത്തിരി ഉണ്ട്, ചെറുനാരങ്ങ ഉണ്ട്. പക്ഷെ ചെറുനാരങ്ങ തന്നു, നാളികേരം ഉടച്ചു അല്ലേ. വേറെ ₹100 ഒരു കിറ്റാണ് കേട്ടോ കാറ്. പക്ഷെ അവർ പ്രത്യേകിച്ച് അങ്ങനെ ആ കുറി ഇങ്ങനെ തൊട്ടു. പക്ഷെ മറ്റൊരു കറക്റ്റ് അതിൻ്റെ ഡോറൊക്കെ തുറന്നു അതിൻ്റെ ഇങ്ങനെ മന്ത്രമൊക്കെ ജപിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടായിരുന്നു. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യല്ലേ. പക്ഷെ അന്ന് എത്ര മാത്രം ഗുരുവായൂർ ആൾക്കാരെ തിരക്കുള്ളൂ. കാറ് പൂജിക്കണോടത്തൊന്നും ഞങ്ങളുടെ കാറ് മാത്രം ഉണ്ടാകും. നമ്മുടെ പൂജിക്കൽ കഴിഞ്ഞപ്പോഴാണ് വേറെ 2 വണ്ടി വന്നത് തന്നെ. നമ്മൾ പൂജിക്കുന്ന സമയത്ത് ആരും ഞങ്ങൾ വിചാരിച്ചു ഇനി പെറ്റില്ലേന്ന് കരുതിയിട്ടായിരുന്നു വന്നത്. പിന്നെ കക്കാട അമ്പലത്തിലെ ശാന്തി നന്നായി നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ പൂജിക്കണം. ഇത് ഓക്കെയാണ്. എന്നാലും എനിക്ക് എന്തോ ഒരു സംതിങ് എന്ന് പറയില്ലേ, ഒരു ചെറിയൊരു പ്രശ്നം അത്ര ഉള്ളത്. കുളിക്കുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് വരുമ്പോൾ കുണിക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ വന്നപ്പോഴും ഞാൻ കുളിക്കാൻ കടക്ക് നിന്ന് ഉറങ്ങണോക്കി ഞങ്ങളുടെ മേത്ത് ചാരിന്ന് ഉറങ്ങുക. ഞാൻ എപ്പോഴാട്ടെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് ആശാത്തി കിടന്ന് ഉറങ്ങുക. അങ്ങനെ ദേ ശാന്തിക്കാരൻ വന്നു. ആ നാരങ്ങേൻ്റെ അടിയിൽ വെച്ചാൽ പറഞ്ഞിട്ട് നാളികേരം എടുത്തോടുന്നു. ഇതന്നെ ചെയ്തു. അങ്ങനെ ആള് എവിടെ പോയിട്ട് നാളികേരം ഉടച്ച് നമ്മൾ കണ്ടില്ല. ആ സൈഡിലല്ലേ. ആ അങ്ങനെ ദേ എന്നിട്ട് വണ്ടിയിലൊക്കെ കയറി ഇരുന്നതിന് ശേഷം ആ നാളികേരം ഇങ്ങനെ നാളികേരല്ല നാരങ്ങ ഇങ്ങനെ വണ്ടി കയറുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോൾ ആൾക്കാർ ആ സമയത്ത് എവിടുന്നാ വന്നതെന്ന് അറിയില്ല. അത്രയും ആൾക്കാരായിരുന്നു. അങ്ങനെ ഞാൻ അന്നേട്ടനോട് ഞാൻ പറഞ്ഞു കാറൊക്കെ കൊണ്ടിട്ട് പോലെ ഞങ്ങളിവിടെ നിൽക്കുന്നത്. അന്നേട്ടൻ കാറൊക്കെ കൊണ്ടിട്ടതിന് വന്നതിന് ശേഷം അന്നേട്ടനോട് ഒരു മുഴം മുല്ലപ്പൂ ചോദിച്ചിട്ട്. അപ്പം മുല്ലപ്പൂ ഇരിക്കണോട് ചെക്കാൻ കാറ് പൂജിക്കലൊക്കെ കഴിഞ്ഞു ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാന്ന് പറഞ്ഞു. നമ്മൾ അവിടുന്ന് കുറേ നീട്ടം അപ്പൊ പറഞ്ഞു ഞാൻ അതോട് നടന്നു വരുമ്പോ കണ്ടു നിങ്ങളെ കാർ തിരിക്കുന്നതും പൂജിക്കുന്നതൊക്കെ കണ്ടു, അതുകൊണ്ടാണ്. അങ്ങനെ കാറ് പൂജിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ശേഷം ഞങ്ങൾ വന്ന് വണ്ടി ഫുൾ ചാർജ് ചെയ്തിട്ട് വേണ്ടി പാറാമ്പറത്ത് ചാർജ് സ്റ്റേഷനിൽ കയറ്റി അവിടെ ചാർജൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ടപ്പുറത്ത് ഷവായി കടയിൽ നിന്ന് ഷവായി വേണമെന്ന് കൊടുക്കാൻ കുറേ ദിവസമായി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ കുടുക്കിന് ഷവായി മേടിച്ചു കൊടുക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുണിക്കും ഷവായി പറഞ്ഞിട്ടുണ്ട്. ഒപ്പത്തിന് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ഒരു പറച്ചിലൊന്നും ഇല്ല. ഇവരിപ്പോ പറഞ്ഞല്ലേ വാഴ നനയുന്നതിന്റെ ഒപ്പം ചീര നനയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കാര്യം. അവർക്ക് മേടിക്കും. അപ്പൊ അവരുടെ ബാക്കി ഉണ്ടെങ്കിൽ സലാഡും കാര്യങ്ങളും അതൊന്നും അവർ കഴിക്കില്ല. അപ്പൊ അതൊക്കെ ഞങ്ങൾ കഴിക്കും. ഞങ്ങള് അങ്ങനെ തന്നെയായിട്ട് ഞാനും രണ്ടും കൂടുതലും അങ്ങനെ തന്നെയാണ്. തടി കുറയാന്നുള്ളത് നല്ലൊരു ഉദ്ദേശമാണ് കേട്ടോ. എന്താ വെച്ചാൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. തടി കുറയാനുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. ലൂസായി അതാണ് പറഞ്ഞു വരുന്നത്. മഞ്ഞക്ക് ആ ബ്ലൗസ് മെച്ചായിരിക്കും. ഇതിന് ഈ ബ്ലൗസും ഇതൊക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗി. മഞ്ഞ സാരി ഭംഗിയുള്ളതാണ് പറഞ്ഞിട്ടില്ല, ബ്ലൗസ് അതിന് സെറ്റായി. വേറൊരു പച്ചയാണെങ്കിൽ സൂപ്പറായി അല്ലേ. പച്ച ആ തലപ്പ പോയി സെയിം സാരിയുടെ റെഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാം കുഞ്ഞിന്റെ കടയുടെ ഓപ്പണിങ്ങിന് കൊടുത്തിട്ടുള്ള സാരിയാണ്. അപ്പൊ ഇത് റീസ്റ്റോക്ക് വീണ്ടും ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തൊരു പീസാണ്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് ഇതല്ല, അന്ന് കുഞ്ഞാ വീട്ടിൽ ഇട്ടതാണ് ബ്ലൗസിലൂടെ. ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന റെഡ് ബ്ലൗസ് ഒരു
2-3 വർഷം മുന്നത്തെ ഒരു ബ്ലൗസാണ്, അതിനാണ് ഞാൻ ഉടുത്തേട്ടാ. അപ്പോൾ ഗുരുവായൂർ പോയി വണ്ടി പൂജിച്ചു വന്നു. അതേപോലെ ഒരു മുഴ മുല്ലപ്പൂ മേടിച്ചു. 250 ഞാൻ കുടിക്കും, ഞാൻ 2 മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു മുഴൊക്കെ കട്ട് ചെയ്ത കുഞ്ഞെ ഞാൻ മുക്കി കാത്തു 2 മുഴക്ക് മേടിച്ചു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഒരു മുഴ കൊണ്ട് ഞാൻ മുക്കി കട്ട് ചെയ്ത് ഞാൻ 2 വെച്ചിട്ടാ. എന്നിട്ട് ആ ചിക്കൻ വെറുതെ നല്ല ഫ്രഷ്നെസ്സിൻ്റെ ഒരു മണമാണ് ഹോട്ടലിൽ മണത്തൊക്കെ മനുഷ്യ. മുല്ലപ്പൂ വേറെ ലെവലല്ലേ, എനിക്ക് ഗുരുവായൂർ പോകുമ്പോ നിർബന്ധം കുറെ ഒന്നും വേണ്ട, ഒരു മുഴ 2 ഒരു മുഴപ്പൊന്ന് മേടിച്ചു കഴിഞ്ഞാൽ 10 മണിക്കും 15 എനിക്ക് ഒരുപാടൊന്നും വേണം. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ ഒരു തുണ്ട് കഷ്ണമില്ല. അപ്പം എൻ്റെ തലയിൽ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് ആ തൊഴാൻ കിട്ടണമെങ്കിൽ ഒരു തുണ്ട് പോലെ. അപ്പം അത് കുട്ടിക്കാലം തൊട്ട് ശീലിച്ച് തന്നെയാണ് കേട്ടോ. എല്ലാം മലയാള മാസം 1-ാം തീയതി എൻ്റെ അച്ഛൻ ഞങ്ങൾ കുട്ടിക്കാലത്ത് ആൻ്റണിയുടെ കാർ ബുക്ക് ചെയ്ത് പുലർച്ചെ 4 മണിക്ക് എനിക്ക് വടക്കോർത്ത് പുറത്തൊക്കെ നിന്ന് കുളിച്ച്, നല്ല ഓർമ്മ എല്ലാവരും കുളിക്കാൻ പുറത്തൊക്കെ നിന്ന് പുലർച്ചെ നേരല്ലേ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറലും ഭയങ്കര വരവും. അപ്പം അച്ഛൻ മുല്ലപ്പൂ മേടിച്ചരും, ഒരു നെയ്റോസ്റ്റ് മേടിച്ചരും. അതായത് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഗുരുവായൂർ വരുമ്പോൾ. പിന്നെ അന്ന് എന്തുകൊണ്ടാണ് അച്ഛൻ എല്ലാ മാസം മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർക്ക് വന്നിരുന്നു വെച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ കാരണം എൻ്റെ അച്ഛൻ കരുണാകരൻ്റെ പിൻഗാമി കണ്ടിട്ടുണ്ടാവല്ലോ. ഞാനും പോയിരുന്നു 1-ാം തീയതി. ഉണ്ണിയുടെ അച്ഛൻ മാത്രമൊന്നുമില്ല, ഞാൻ എല്ലാവരും ഉണ്ടാവും. അച്ഛൻ, അമ്മ, കവേച്ചി, സരേച്ചി, ഞാൻ, ശാരി, വർഷമൊക്കെ സുന്ദരം. കനാലിന്റെ ബാക്കില് ഞാനും കനാനെ മുട്ടിയിട്ടൊക്കെ നടന്നിട്ടുണ്ടല്ലോ. കനാനെ കണ്ടിട്ടുണ്ടാകും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എല്ലാ മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ വരുമായിരുന്നു. അത് പിന്നെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ആ കരുണാകരൻ ചെയ്യണ അച്ഛൻ നല്ല കോൺഗ്രസ്സുകാരായിരുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ നല്ല കോൺഗ്രസ്സുകാരൻ ലാസ്റ്റ് സമയമാകുമ്പോൾ ഒന്ന് മാറ്റി ചിന്തിച്ചു. അതൊക്കെ ശാലയ നിരോധിച്ചില്ലേ. അപ്പോൾ ആൻ്റണിക്ക് ആ സമയത്ത് വോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛനും അങ്ങനെ കുറേ ആൾക്കാരും കോൺഗ്രസ്സുകാരൊക്കെ കുറേ മാറ്റി ചിന്തിച്ച് അങ്ങനെ. അപ്പോൾ ഈ സാരി ഓർഡർ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഏത് സാരി ഒന്ന് മെസ്സേജ് സ്ക്രീൻഷോട്ട് ചെയ്യുക, ആ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇത് നല്ല ചില്ലി റെഡാണ്. ഇതിൻ്റെ ബ്ലൗസും ഒരു പ്രത്യേകതരം ബ്ലൗസാണ്. ഇത് കേട്ടോ, ഈ ഒരു ചെറിയ കാര്യം, ഈ ഒരു ഡിസൈൻ. പിന്നെ മുന്താണി പ്രത്യേകിച്ചൊന്നുമില്ല, കുഞ്ഞിങ്ങനെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് ചില്ലി റെഡും ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഏതാ ബ്ലാക്ക് ഞങ്ങൾ ആരും എടുത്തിട്ടില്ല. ബ്ലാക്ക് ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് കേട്ടോ. ബ്ലാക്കും ലാവൻഡറും വെച്ച് നോക്കുമ്പോൾ എന്തൊരു ഭംഗി വെച്ചിട്ടാ. പിന്നെ നല്ല ലാവൻഡർ ഉണ്ട്. പക്ഷെ എല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുന്നത്. മഞ്ഞ ഞാൻ സ്റ്റാർട്ടിങ്ങിലേ എനിക്ക് പറഞ്ഞു, ഞാൻ മഞ്ഞ ഞാൻ മേടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാരി ഇറക്കിയ സമയത്ത് എനിക്ക് ഇഷ്ടമുണ്ട്. റെഡ് കുഞ്ഞിന് കടയുടെ ഓപ്പണിങ്ങിന് ഞാൻ കൊടുത്തതാണ് അല്ലേ. അപ്പോൾ ഇനി അടുത്ത പേടിക്ക് പോയാല. ബൈ, പിന്നെ കാണാം. ആയല്ല. അപ്പം ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു മെൽക്കോട്ടൻ്റെ ബ്ലാക്ക് സാരിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ കാണാൻ? നല്ല ഒതുങ്ങി കിടക്കണ നല്ല അടിപൊളി. ഇതിൽ വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ. അതാണ് കുറച്ച് ഞെറി കൂടുതൽ. ഞാൻ ഇത്രയും തടവിൽ ആൾ കൊടുത്തപ്പോഴും ഇത്രയും ഞെറി എടുക്കണത് വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ബോഡി ഫുള്ളും ഇത് തന്നെയാണ് കേട്ടോ. നമ്മളെ പല്ലൂല് ഈ ഒരു കുഞ്ചലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും. പിന്നെ വരുന്നത് ഈ 2 കര, ഈ 2 സൈഡിലും ഈ ഒരു ഗോൾഡൻ ഫ്ലവറും കണ്ട പൂവേലൊക്കെ ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് ജസ്റ്റ് അമ്പലങ്ങൾക്കൊക്കെ പോകുമ്പോഴും കൊടുക്കാൻ പറ്റിയ അടിപൊളി. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്ക് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് എന്താണ് മെറൂണോ ഗ്രീനോ വയലറ്റോ മഞ്ഞോ എന്ത് വേണമെങ്കിൽ അതിൻ്റെ ഗോൾഡൻ കളറിലുള്ള ബ്ലൗസ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മളതൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള ആ ഒരു ജാക്കറ്റിന് മാച്ച് വരുന്ന പോലത്തെ ഒരു വളയും ഒരു ജിമ്മിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു അടിപൊളി ലുക്കായിട്ട് നമ്മളിപ്പോൾ ഷോപ്പിൽ നിൽക്കുന്ന ആ രൂപത്തിലാണ് നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ലുക്ക് നിങ്ങൾ നോക്കണ്ട. പക്ഷെ തൊടുത്ത് വന്ന സെറ്റാണ്. നമ്മൾ എന്തിട്ടാന്നാലും നമ്മൾ ഇങ്ങനെ ആ ഒരു വേഷത്തിൽ പോയി കൊണ്ട് ഭംഗിയിട്ടല്ലേ. നമ്മൾ അതിനനുസരിച്ചൊന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. നോക്കി അടിപൊളി സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ബ്ലാക്ക് സാരികളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വെറും ബ്ലാക്ക്. ഓക്കെ,
എന്തായാലും എന്റെ കെട്ടിയോന് ഭയങ്കര ഇഷ്ടമായി, വേറെ ആർക്കും ഇഷ്ടമായില്ല ഇതല്ല. ഞാൻ തന്നെ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? സൂപ്പറാണ്. നല്ല ഭംഗിയുണ്ടല്ലാണ്. സാരി കണ്ട കാര്യം പറയുന്നത്. മനുഷ്യ നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ. ഇതും മെൽക്കോട്ടണിൽ വരുന്ന ഒരു സാരി കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. നമുക്ക് എനിക്ക് ആദ്യത്തെ ഞാൻ ഇപ്പൊ സാധാരണ ലെവലിലേക്ക് എന്നിട്ടാണ് പറഞ്ഞത്, ഒരു ബിസിനസ് മൈൻഡോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മളൊരു വീട്ടിലുള്ളവർ തമ്മിലുള്ള സംസാരിക്കുന്ന പോലത്തെ രീതി വേറെ ഒന്നുമല്ല. മെൽക്കോട്ടൺ സാരിയുടെ തുണി നടപ്പിച്ച് ഇതാണോ മെൽക്കോട്ടൺ സാരി, ചിലത് കഴുകി കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഉണ്ടാവും എന്നുള്ള ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഷാമ്പു വാഷ് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. അതേപോലെ ഉണ്ട്. തുണി കാണുമ്പോൾ ഇത് ചുരുങ്ങോ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്, ഒരു കുഴപ്പമില്ല, ഇതേപോലെ ഇരിക്കും. ഇതിന് ഒരുപാട് പുതുമയില്ല, അന്ന് കഴുകി വരുമ്പോൾ ഒന്ന് പഴുതായതിന്റെ ലുക്കില്ല. ഇതെങ്ങനെയാണോ മേടിക്കുമ്പോ അതാണ്. ചില ഡ്രസ്സ് ഭയങ്കര പുതുമയായിരിക്കും നമുക്ക് മേടിക്കുമ്പോ, കഴുകി കഴിഞ്ഞാൽ അതൊരു പക്ഷെ ഇത് മേടിക്കുമ്പോൾ ഒരുപാട് പുതുമ തോന്നാത്ത ഒരു മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു കേട്ടോ മെൽക്കോട്ടൺ സാരി. പക്ഷെ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാനിപ്പോ നമ്മള് കക്കാട് അമ്പലത്തിൽ പോയപ്പോ സാരി എടുത്തിട്ട് നമ്മള് കണ്ടില്ലേ 2-3 ആൾക്കാരെ. ഞാനൊന്നും കണ്ടില്ലപ്പാ, നമ്മളൊന്നും കണ്ടില്ലേ. നമുക്ക് ഇതൊക്കെ നോക്കാണ്ട നേരം, നമുക്കുണ്ട് ഇതൊക്കെ നോക്കാൻ നേരം. നമ്മള് ഷർട്ട് കച്ചവടം തുടങ്ങണേ, ഇനി മുണ്ട് കച്ചവടമൊക്കെ പിന്നെ ഒരു ബർമോഡയുടെ കച്ചവടം കൂടി അപ്പൊ ഇതൊക്കെ ഇതാണ് ചുമ്മാ നല്ല ഭംഗിയുണ്ടല്ലാണ്. എന്താന്നറിയോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹൈറ്റ് ഉള്ള കൊടുക്കാൻ നല്ല നീളമുള്ള സാരി കേട്ടോ. പിന്നെ ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ലേ, നമുക്കിത് കൊടുക്കണമെങ്കിൽ ഒന്നിന് ബ്ലാക്ക് ബ്ലൗസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ജാക്കറ്റ്, അല്ലെങ്കിൽ കൂടുതലേക്ക് ഒന്ന് പിങ്ക് കളർ ജാക്കറ്റ് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി അട്രാക്ഷൻ. ഏത് കളർ വെച്ച് കൊടുത്താലും ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അമ്പലങ്ങളിലേക്ക് പോകാം. അപ്പൊ ഞങ്ങൾ ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് എത്തിയത് 3:30-4 മണിക്ക്. അപ്പൊ നമ്മളൊരു അമ്പലം അത്രയും ടൈം നമുക്കൊരു സാരി ഉടുത്തിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുള്ള അസ്വസ്ഥതയുണ്ട്, അതൊന്നും പെർഫെക്റ്റ് ഓക്കെ, അടിപൊളി. മെൽക്കോട്ടൺ സാരി ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയും, എനിക്ക് ഷോപ്പ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഒരെണ്ണം എനിക്ക് സ്വന്തമായിട്ടൊരു വൈറ്റ് ഞാൻ എടുത്തത്. ഞാൻ നേരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മെൽക്കോട്ടൺ സാരി അടിപൊളിയാണ് ഉടുക്കാനൊക്കെ. നമുക്കൊരു ടീച്ചർമാർക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഒരു ചെറിയൊരു പരിപാടികൾ കൊടുക്കാൻ നല്ലൊരു, അത് നമ്മൾ കാണുമ്പോൾ ഒന്നുമില്ല, നമുക്കൊരു 10,000-1,150 രൂപയ്ക്ക് ഒരു സാരിക്ക് വരുന്നുള്ള റേറ്റ്. പക്ഷെ ഉടുത്ത് തന്നാൽ അടിപൊളിയാണ്. അപ്പൊ ഞാൻ അടുത്തതായിട്ട് എന്നല്ല കമോൺ എന്റെ കെട്ടവണേ, ഇതും മെൽക്കോട്ടണിൽ വരുന്ന ഒരു ഗോൾഡൻ യെല്ലോ ആണ്, ടിഷ്യൂലാണ് വരുന്നത് കേട്ടോ. ടിഷ്യൂ മെറ്റീരിയലാണ് മെൽക്കോട്ടണിൽ തന്നെ, ടിഷ്യൂന്റെ മെൽക്കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പൊ യെല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിന് ഓൾറെഡി വിത്ത് ബ്ലൗസ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു വിത്ത് ബ്ലൗസിനേക്കാൾ ഒന്നുകൂടി ഭംഗിയുണ്ടാവും. നല്ല കരിയും പച്ച ബ്ലൗസ് ഇട്ടിട്ട് കരിയും പച്ച കുപ്പികളും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ. നമ്മള് പറഞ്ഞില്ലേ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ അടിപൊളി സാരിയാണ്, നല്ല ഭംഗിയുടെ ഉടുത്താൽ നല്ലോണം ഒതുങ്ങി ഇറക്കുന്ന സാരിയാണ്. നമ്മൾ ഒരുപാട് ഒതുക്കണില്ല എന്ന് മാത്രം. ഇപ്പോ അതല്ലെങ്കിൽ ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയില് നമുക്ക് അമ്പലങ്ങളിലേക്ക് പോകാനും മാത്രമല്ല അടിക്കുന്ന ഒരു ചെറിയ എൻഗേജ്മെന്റ് ഒക്കെ കൊടുക്കാം തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. അതില് ഒരുപാട് റേറ്റോ കാര്യങ്ങളൊന്നും, വെറൈറ്റി ഉണ്ടാവും. കുറച്ച് മുല്ലപ്പൂ വെച്ച് കരിമ്പച്ച ജാക്കറ്റ് കരിമ്പച്ച വാടകയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പേരിടല്, അല്ലെങ്കിൽ ചെറിയൊരു എൻഗേജ്മെന്റ് അടുത്ത വീട്ടിൽ, അങ്ങനെ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമായി. ഇനി ഇന്ന് വേണം ഇനി നാളെ മതിയല്ലേ? മതിയില്ലേ? ഇനി സാരികളുണ്ട് ടിഷ്യൂവിന്റെ തന്നെ 2-3 കളറുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ അത് എനിക്ക് തോന്നണേ ഉടുത്ത് കണ്ടാലാണ് അതിന്റെ ഭംഗി അറിയാട്ട്. 12-10 ഇരിക്കുന്നത് ഈ സാരി ചിലപ്പോൾ നമ്മൾ കണ്ട് ഷോപ്പിൽ പോയി ചിലപ്പോൾ നമ്മൾ എടുക്കില്ലായിരിക്കും. പക്ഷെ ഉടുത്ത് കാണുമ്പോഴാണ് ഓരോ സാരി നോക്കിയതിന് നല്ല രസമുണ്ട്. അമ്പലങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മോഡൽ സാരിയാണ് കേട്ടോ മെൽക്കോട്ടണില്. ഓണ സെലിബ്രേഷനൊക്കെ കൊടുക്കാൻ പറ്റും ജോലിക്കാർക്കും സുഖാട്ടോ. ഓഫീസിലൊക്കെ പോകുമ്പോ അത് പനിയായിട്ട് പറയണേ, ഈ സാരി കൊടുത്ത് കാണുമ്പോ എന്നും ഉണ്ണി സാരി കൊടുത്തിട്ട് വരണമെന്നൊക്കെ ആഗ്രഹം. പറയാൻ വേണ്ട മനുഷ്യര്, നമുക്ക് എളുപ്പമൊന്നുമല്ല.
നമ്മുടെ ഭാര്യ നമുക്ക് വെറുതെ ഈ പാന്റ് ചുരിദാർ വലിച്ചു കയറ്റി ഇടണം, അതല്ല ഭാര്യ ഭംഗി നടന്നോട്ടെ എന്ന് എനിക്ക് വിചാരിച്ചിട്ട്. ഇഷ്ടമായിരുന്നു. സാരി കൊടുത്ത അതുപോലെ ഭയങ്കര മാലയും കമ്മലൊക്കെ ഇട്ട് നമ്മൾ ഈ പ്രാരാബ്ദത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ പറയൂ ദാരിദ്ര്യം പറഞ്ഞു. ദാരിദ്ര്യം അല്ല എന്നുള്ളത് കുട്ടികള് അവർക്ക് ഭക്ഷണം എടുക്കുക, അവരുടെ കാര്യം നോക്കുക, ഇവരെ നോക്കുക, ഇത് നോക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക. ഒരു മിനിറ്റ് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കണാണ് പറയാണ്ട് പലപ്പോഴും നമ്മളൊക്കെ ഇരിക്കുന്ന നേരം വല്ല വീഡിയോ എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇരിക്കണേലും അല്ലെങ്കിൽ ഞാൻ റീലിലൊക്കെ നോക്കും, അപ്പോഴും അതിനായിട്ട് ഇങ്ങനെ ചിന്ത പോകണമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ആ ഒരു റീല് നോക്കണമെങ്കിൽ എനിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയകൾ കിട്ടും. ആ ഒരു ഐഡിയകൾ കിട്ടാനാണ് നമ്മൾ പലപ്പോഴും. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരുപാട് ഫോണിൽ അഡിക്റ്റ് ആയ ഒരു വ്യക്തിയല്ല. ഞാൻ ഇനി ഫോൺ എടുത്താൽ കാണേണ്ട എനിക്ക് എന്തോ 4-5 ഒരു 10 വീഡിയോ ആണെങ്കിൽ 3-4 വീഡിയോ എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് കുണിക്ക റോക്സ് അതിൽ സേവ് ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ കുഞ്ഞിനാണല്ലോ പൊന്നൂനാണ് ആവശ്യം അവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് അത്ര. അല്ലാണ്ട് അനാവശ്യമായിട്ട് കുറേ ഇങ്ങനെ ഇരുന്ന് വലിച്ച് ഇപ്പൊ കെടുക്കാൻ പോയാലും അല്ല ഒരു 10 മിനിറ്റ് അതിനും കൂടുതൽ ഞാൻ ആ ഫോണിന്മേൽ ഞാൻ ഇങ്ങനെ പിടിച്ച് കുത്തിയിരിക്കും. ഓൾറെഡി ഫോൺ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. നമ്മുടെ സാഹചര്യം, നമ്മുടെ ലൈഫ്, നമുക്കിതാണ് നമ്മുടെ തൊഴിലെന്ന് വെച്ചാൽ നമുക്ക് വേറെ പകരം നമ്മൾ എടുത്തേ പറ്റും. അതിനൊരു പ്രത്യേക ഒരു അനിയാണ് ഉണ്ണി. അധികം ഇഷ്ടമില്ല, അധികം വേണ്ട അങ്ങനെ പറയണ്ട. ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടക്കുന്നത്. ആദ്യത്തെ കാര്യം ഞാൻ പറയാം, ഒരു നീക്കി വഴി കൂടെ കളർ കാർ എന്തിനു നീല കളർ, ഈ വൈറ്റും ബ്ലാക്കും ഇഷ്ടം. പിന്നെ എനിക്കൊന്ന് സ്വിഫ്റ്റിൽ ഒരു ചില്ലി റെഡും ഉണ്ട്, അത് ഇഷ്ടം. പിന്നെ നല്ല വിലയുള്ള കളറിലൊരു കോഴിമുട്ടയുടെ ഉള്ളിലത്തെ ഒരു മഞ്ഞില് യെല്ലോ കളർ അതും ഉണ്ട്. അതല്ലാണ്ട് എനിക്ക് വേറെ കാറുള്ള ഒരു കളറിനോട് ഇഷ്ടമില്ലാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് നീല എനിക്ക് ലൈഫിൽ ഇഷ്ടമില്ലാത്തൊരു കളറാണ്. നീല കളറാണ് ഞങ്ങൾക്ക് കിട്ടിയ കാർ. പക്ഷെ വന്നപ്പോ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായം കിട്ടിയത് അത് ആ നീല. ഞാൻ പിന്നെ സമ്മതിക്കാതെ വേറെ കാരണം വെച്ചാൽ ഞാൻ വന്നിട്ട് ഞാൻ ചോദിച്ചു പിള്ളേരോട്, അച്ചു കുഞ്ഞിനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പൊന്നേച്ചിയോട് ഷേപ്പിയോട് ചോദിച്ചു. അപ്പൊ അവരുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ അച്ചു വീട്ടിലാണ്. അങ്ങനെ ചോദിച്ചു, ഒരു നീലക്കാർ ആരോ ക്യാൻസൽ ആക്കിണ്ട് വേണോന്ന് ചോദിക്കുന്നുണ്ട്. നീല അയക്കാൻ നമുക്ക് ഇഷ്ടം. അല്ലമ്മ ഈ വിറ്റാരയില് നീലാണ് ഭംഗിയാണ്. അപ്പൊ നോക്കിയപ്പോ ഞാൻ കുറെ പരസ്യങ്ങള് ഇപ്പോഴല്ലേട്ടെ കുറെ മുന്നേ ഇങ്ങനെ എന്തിനൊക്കെ ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നേല് ഇങ്ങനെ നമ്മൾ സീരിയലൊക്കെ കാണുമ്പോ ഇങ്ങനെ അപ്പൊ അങ്ങനെ കുറെ പരസ്യങ്ങൾ വന്നതിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിറ്റാരയുടെ പരസ്യം ഇലക്ട്രിക് വണ്ടി അവർ ആദ്യത്തെ. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ആ നീല കുഴപ്പമില്ല ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ കിട്ടിയപ്പോ ഒരുപാട് ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണ് കേട്ടോ. നല്ല നീല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മഴയൊക്കെ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നീലകളെ പ്രത്യേകിച്ചല്ല, ആ മഴ കൊണ്ടിട്ട് ആ ഒരു വെള്ളത്തിന്റെ നിൽക്കുമ്പോ ആ നീലയ്ക്ക് ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. മുടി വളർത്തിയവരെന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇവിടെ സ്വന്തം മുടി വളർത്തി അടക്കുമ്പോ അത് പിന്നെ എന്താന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് പല കാര്യങ്ങളും. ഇനി അടുത്തത് ഇഷ്ടമില്ലാത്ത കാര്യം പറ. അടുത്തത് ഇഷ്ടമില്ലാത്ത കാര്യം എന്താ, കൊറേ ഉണ്ട്, ഓർമ്മ വരുന്നില്ല. കുറച്ചൊക്കെ ഓർമ്മയുണ്ട്, കുറച്ചൊക്കെ മെഴുകുക എല്ലാത്തിനും. അത് സത്തേ അമ്മച്ചി അറിയാതെ മുന്നേ പോകണ്ട. എന്റെ മറക്കില്ല അതൊന്നും. നമ്മള് പറഞ്ഞിട്ട് വെറുതെ എന്തിനാ ഈ കാതും ഇരുമ്പും കൊണ്ട് അടുത്ത് നിക്കണത്, വെറുതെ എന്തിനാ വെറുതെ പൊട്ടി തെറിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇന്ന് ഞാൻ ഈ സാരി കാണിക്കുന്നു. ഇനി കാണിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ബ്ലാക്കുകൾ എൻ്റെ ഉണ്ട്. കുറേ ബ്ലാക്ക് ഉണ്ട്, കുറേ ബ്ലാക്കുകൾ ഉണ്ട്. എനിക്ക് ബ്ലാക്ക് ജാക്കറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ ഇന്ന് ഞങ്ങൾ തന്നെ മടക്കണ്ട. അപ്പൊ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നാളെ.